Hi friends, Assalamualaikum. Welcome to my channel. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ടിപ്പാണ്, അയൺ ടിപ്പാണ്. ഈ സ്പ്രേ ആണ് ഇന്നത്തെ ടിപ്പ് വീഡിയോ. നമ്മളെ ഡ്രസ്സൊക്കെ ഷർട്ട്, മുണ്ട്, സാരികൾ ഇതൊക്കെ പശയിൽ മുക്കി വെക്കൂലേ? അത് മുക്കി വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഏതൊരു തുണിയായാലും നമ്മൾ കഞ്ഞിപ്പശയിലോ പശയിലോ മുക്കി വെക്കാറില്ലേ? ഈ ഒരു സ്പ്രേ കുപ്പി നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അതേപോലെ തന്നെ പശ മുക്കിയതുപോലെ തന്നെ നല്ല വടി പോലെ നിൽക്കും ഡ്രസ്സ്. അയൺ ചെയ്യുമ്പം ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ. ഈ സ്പ്രേ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. അതിനായിട്ട് ഞാനിവിടെ 200 ml പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കോൺഫ്ലോർ കലക്കി കൊടുക്കണം. ഈ 200 ml വെള്ളത്തിന് 2 ടീസ്പൂണ് കോൺഫ്ലോർ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് ഈ വെള്ളത്തിലോട്ട് 2 ടീസ്പൂണ് കോൺഫ്ലോറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇത് 2 സ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കണം. ഇത് കഞ്ഞിപ്പശേൻ്റെ അതേ ഗുണങ്ങൾ തന്നെ ഇതിന് കിട്ടുന്നുണ്ട്. ഡ്രസ്സൊക്കെ നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിലോട്ട് ഇനി നല്ല സ്മെല്ലിന് വേണ്ടിയിട്ട് റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കണം. ഇതിലേക്ക് 1.5 ടീസ്പൂണ് റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കാം. ഈ റോസ് വാട്ടറും കൂടി ഒഴിച്ച് നമ്മൾ സ്പ്രേ ചെയ്ത് അയൺ ചെയ്താൽ ഡ്രസ്സിനൊക്കെ നല്ല സ്മെല്ല് കിട്ടും. റോസ് വാട്ടർ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ അത്തറോ സ്പ്രേയോ എന്തേലും ഈ കോൺഫ്ലോർ വെള്ളത്തിലോട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു ബോട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇതുപോലത്തെ ഒരു ഫ്രൈ ചെയ്യുന്ന ഒരു ബോട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കണം. ഈ കുപ്പിയിലോട്ട് ഇനി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അയൺ ചെയ്യുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ കുപ്പി നല്ലോണം കുലുക്കിയിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ മേലെ തെളിഞ്ഞ വെള്ളം മാത്രമേ ഉള്ളൂ, കോൺഫ്ലോർ അങ്ങനെ അടിയിലോട്ടായിട്ടും ഉണ്ടാകാം. അതുകൊണ്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒക്കെ ഇതുപോലെ കുലുക്കിയിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. നിങ്ങൾ അയൺ ചെയ്യാൻ ഈ ടിപ്പ് റെഡിയാക്കുമ്പോൾ റോസ് വാട്ടർ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ അത്തർ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ചില അത്തറൊക്കെ നമ്മളെ ഡ്രസ്സിൽ പുരട്ടിയാൽ കറയൊക്കെ വരൂലേ? അപ്പം അങ്ങനത്തെ അത്തറൊന്നും ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കരുത്. നല്ല അത്തർ വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്.
ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഈ ടിപ്പ് ഡെയിലി യൂസ് ചെയ്യുന്നൊരു ടിപ്പാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്പ്രേ ബോട്ടലാണിത്. അപ്പം ഇതുപോലത്തെ ഒരു പുതിയ വീഡിയോവുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.